ചാലിശ്ശേരിയിൽ പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായാണ് എലിപ്പനി മൂലവും ഡെങ്കിപ്പനി മൂലവും 2 പേർ മരിച്ചത്. തണ്ണീർക്കോട് ഹെൽത്ത് സെന്റർ കൊല്ലഴിപ്പടി കൃഷ്ണനാണ് മരിച്ചത്. കടുത്ത പനി ബാധിച്ച കൃഷ്ണനെ ആദ്യം ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. പനി ഭേദമാകാത്തതിനെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പിന്നീട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് മരണം സംഭവിച്ചത്. ചാലിശ്ശേരിയിൽ ഡെങ്കിപ്പനി ബാധിച്ച യുവതിയും മരിച്ചിരുന്നു. ഡെങ്കിപ്പനി മരണത്തെ തുടർന്ന് ഏതാനും ദിവസം മുൻപ് ആരോഗ്യ പ്രവർത്തകർ രോഗബാധിത മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ജില്ലാ മെഡിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും രോഗബാധിതരെ കണ്ടെത്താനുള്ള പരിശോധനകൾക്കാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും വി.ടി. ബൽറാം സൂചിപ്പിച്ചു. നമ്മുടെ ചാലിശ്ശേരി പഞ്ചായത്തിലെ സെന്റർ പരിസരത്ത് അടുത്ത ദിവസങ്ങളിലായി ഡെങ്കു പനി വ്യാപകമാകുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആശങ്ക ഇതിന്റെ ഭാഗമായിട്ട് 2 ദാരുണമായിട്ടുള്ള മരണങ്ങൾ അടക്കമില്ല. ഞാൻ 2 സന്ദർശിച്ചതിന് ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളോടൊപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്നായിരുന്നു. പക്ഷേ എനിക്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പനി വ്യാപിപ്പിക്കുന്ന കൊതുകുകളുടെ നിയന്ത്രണമാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അത് ഔദ്യോഗിക മാത്രം ചെയ്താൽ ശരിയില്ല. എല്ലാവരുടെയും ഇടപെടൽ കാര്യത്തിൽ ഉണ്ടാവണം. വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യം. NCV ന്യൂസ്, തൃത്താല.